ഇല്ലാതെ സ്വർഗത്തിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വിഭാഗം, അള്ളാഹു ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കൊടുക്കുന്ന സമയം ഇത് അള്ളാന്റെ തീരുമാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഓരോന്നിങ്ങനെ ദുഃഖങ്ങൾ മാത്രം കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയണം, ഉസ്താദിന്റെ അടുക്ക പോയി പറയും, ഉസ്താദെ 5 നേരം ഞാൻ നിസ്കരിക്കുമല്ലോ ഉസ്താദെ, ഒരു വഖത്ത് പോലും ഞാൻ കളയാക്കത്തില്ലല്ലോ, ഏത് പരിപാടിക്കും വഅലിനാകട്ടെ മജ്ലിസുൻ നൂറിനാകട്ടെ സ്വലാത്തിനാകട്ടെ ഏതിനും ഞാൻ മുൻപന്തിയിൽ ഉണ്ടാവുമല്ലോ ഉസ്താദെ, എത്ര ഞാൻ എന്റെ കയ്യിൽ ഇല്ലെങ്കിലോ ഉള്ളത് ഞാൻ തരുമല്ലോ, സദക്ക ചെയ്യുമല്ലോ, എന്നാൽ എനിക്കിത് വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് ഇത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളും ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സിറാജ് എടാ, നീ ജീവിതത്തിൽ ഇന്നതൊക്കെ നീ അനുഭവിക്കണം, നിനക്ക് ഇന്നതൊക്കെ കിട്ടും, നീ തിന്നേണ്ട ഭക്ഷണം ഇതാ, അതിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്തിന്? എന്റെ ഭാര്യ ആരാ, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര പണം കിട്ടും, ഞാൻ എത്ര പറയുന്ന ആളാകും, എന്തിന്? അവസാനം ഞാൻ എത്ര വയസ്സ് ജീവിക്കും, എവിടെ കിടന്ന് മരിക്കും, മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ, എന്നെ എവിടെ കബറടക്കും, ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിരിക്കുക. അത് അനുഭവിക്കാതെ പോകാൻ കഴിയും? അതൊക്കെ അനുഭവിക്കാതെ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഏ മനുഷ്യ, നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹ് പറയുകയാ, അല്ല, അതാ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് നിന്റെ മുൻഗാമികൾ ഒരുപാട് അനുഭവിച്ചല്ലോ. അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, അതിരാത്രി കടന്നു വന്നവര് നമ്മളെപ്പോഴും പറയും, ഉസ്താദേ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാ, അല്ലാഹുവിന് എന്നോടെന്തോ ദേഷ്യമാ, പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് കൊല്ലങ്ങളായി വർഷങ്ങളായി എനിക്ക് മക്കളെ തരാത്തത്, എന്റെ രോഗം മാറാത്തത്, എനിക്ക് സമാധാനം തരാത്തത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് തരാത്തത്, എന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് തരാത്തത്, എന്റെ മക്കൾക്ക് നല്ല ഒരു ജീവിതം തരാത്തത്. പടച്ചവനെ പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നെ കരയിപ്പിച്ചിട്ട് പടച്ച റബ്ബിനൊന്നും നേടാനല്ല, എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ച റബ്ബ് നിനക്ക് കണ്ണീര് തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് വേദന തരുന്നത്, നിനക്ക് പ്രയാസം തരുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഇന്ന അശദ്ദന്നാസി ബലാ അൽ അംബിയാ. അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയും അറിയുമോ? അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാ. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെ മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലാഹുവിന് നബിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ, എത്ര മക്കളുടെ മയ്യത്ത് എന്റെ പ്രിയമുള്ളവരെ ഉമ്മയുടെ കണ്ണ് കൊതിതീരാൻ കൊടുത്തോ? ഇല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പരീക്ഷണം തരും. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ അല്ലല്ലോ ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ഞാനും നിങ്ങളും ദുആ ചെയ്യും, അത് തരല്ലേ അല്ലാഹ്. അങ്ങനല്ലേ ദുആ ചെയ്യാ? എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ക്യാൻസർ രോഗി